എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ മഹാശിവരാത്രിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ ശിവരാത്രി എപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ എല്ലാ മാസത്തിലും വരുന്ന ചതുർദശി, അതായത് അമാവാസയുടെ തലേ ദിവസമാണ് ചതുർദശി വരുന്നത്. തിഥികളിൽ 14ാമത്തെ തിഥിയാണ് ചതുർദശി. അന്നാണ് ശിവരാത്രി വരുന്നത്. എല്ലാ മാസവും ശിവരാത്രി വരുന്നുണ്ട്. അതേപോലെ എല്ലാ മാസവും 2 ചതുർദശി വരും. അതിൽ കൃഷ്ണപക്ഷ ചതുർദശിയിലാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത്. അത് മാത്രമല്ല, ഈ കുംഭമാസത്തിൽ വരുന്ന ഈ ശിവരാത്രി, അതായത് പൗർണമി കഴിഞ്ഞ് വരുന്ന 14ാമത്തെ ദിവസവും അല്ലെങ്കിൽ അമാവാസയുടെ തലേ ദിവസമായ ചതുർദശിയിൽ വരുന്ന മഹാശിവരാത്രി ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ മഹാശിവരാത്രി വരാനുള്ള കാരണം എന്താ എന്നുള്ള കഥയെ നമുക്ക് ഇനി കാണാം. ഇതൊക്കെ പല പല കഥകൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പുരാണ വഴി കഥയാണ് 2 കഥകൾ നമുക്ക് ഇപ്പൊ കാണാം. ആദ്യം ഒരു കഥ എന്ന് പറയുന്നത്, ദുർവാസ മുനി ഇന്ദ്രഭഗവാനെ ശപിച്ചതിന് കാരണം ഇന്ദ്രഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും അവരെ വിട്ടുപോയി. അപ്പം എന്ത് ചെയ്യും? ഇന്ദ്രഭഗവാൻ നേരെ പോയിട്ട് ബ്രഹ്മാവിനടുത്ത് പറയും, എനിക്ക് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു താ എന്നൊക്കെ പറയും. അപ്പൊ ബ്രഹ്മ പറയും, എന്നെ കൊണ്ടും ഒന്നും പറ്റത്തില്ല, നിങ്ങൾ നേരെ വിഷ്ണു ഭഗവാനടുത്ത് പോ, അവരെ കൊണ്ടേ എല്ലാം പറ്റും എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനടുത്ത് ഇന്ദ്രഭഗവാനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം ഇന്ദ്രൻ എന്തു പോയി പറയുന്നു വിഷ്ണുവിനടുത്ത്? ഭഗവാനെ, നിങ്ങൾക്ക് ഗതി എന്ന് പറഞ്ഞ് നടന്ന കാര്യം എല്ലാം പറയുന്നു. അപ്പം വിഷ്ണു ഭഗവാൻ അതിന്റെ ഉപായവും പറഞ്ഞു കൊടുക്കുന്നു. എന്തെന്ന് വെച്ചാൽ, അപ്പൊ വിഷ്ണു ഭഗവാൻ അതിന്റെ ഉപായവും കൂടി പറഞ്ഞു കൊടുക്കുന്നു. എന്തെന്ന് വെച്ചാൽ, നമ്മള് പോയിട്ട് പാർക്കടലിൽ പാൽ കടയാം. പാൽ കടയുമ്പോൾ നമുക്ക് അമൃതം കിട്ടും. ആ അമൃതം കഴിക്കുവാങ്ങി നിങ്ങളുടെ എല്ലാ ഐശ്വര്യവും തിരിച്ചു കിട്ടും എന്നാണ് വിഷ്ണു ഭഗവാൻ പറയുന്നത്. അപ്പോൾ പോയിട്ട് എല്ലാവർക്കും അറിയാം അല്ലേ, വിഷ്ണു ഭഗവാൻ കൂർമ്മ അവതാരം എടുത്ത് മന്ത്രമലയെ മത്താക്കി അതിന്റെ താഴെ താങ്ങി പിടിച്ച് വാസുകി പാമ്പ കൈരാഗ മാറ്റി അസുരരും ദേവറുകളും പാൽ കടയുന്നു. പാൽ കടയുമ്പോൾ ഓരോരോ കാര്യങ്ങൾ വരുന്നു. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞ കണക്ക് തന്നെ, നമ്മൾ ഒരു നല്ല കാര്യം നടക്കുന്ന മുമ്പ് ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടകാലം വരും. അതുപോലെ തന്നെ അമൃതം കിട്ടുന്ന മുമ്പ് ആദ്യമായിട്ട് പാൽ കടഞ്ഞപ്പം എന്ത് വരുന്നു? ആളകാല വിഷം വരുന്നു. ആളകാല വിഷം വന്നപ്പം എല്ലാവരും പറയുന്നു, അയ്യോ, എല്ലാവരും പേടിച്ചിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. അപ്പം ശിവപെരുമാൻ എന്ത് ചെയ്യുന്നു? ആ നന്ദി ഭഗവാൻ എടുത്ത് പറഞ്ഞു വിട്ട് ആ വിഷം എടുത്ത് വായിൽ കഴിക്കുന്നു. അപ്പം പാർവതി ദേവി എന്ത് ചെയ്യുന്നു? ശിവപെരുമാൻ മൊത്തം എടുത്ത് കഴിച്ചാ അകത്തിരിക്കുന്ന എല്ലാ ജീവരാശികളും മരിച്ചു പോവുള്ളൂ, ഇല്ലേ ഈ ലോകം മൊത്തം സ്തംഭിച്ചു പോവെന്ന് പറഞ്ഞിട്ട് പാർവതി ദേവി ശിവപെരുമാന്റെ കഴുത്തിൽ, ആ കണ്ടത്തിൽ ഇങ്ങനെ കൈവച്ച് പിടിച്ചപ്പം ആ വിഷം എല്ലാം കണ്ടത്തിൽ നിൽക്കുന്നത്. ഇപ്പം അതുകൊണ്ടാണ് ശിവപെരുമാനക്ക് തിരുനീലകണ്ഠൻ എന്നൊരു പേര് വന്നത്. ശിവപെരുമാൻ വിഷം കഴിച്ചതിന് ശേഷം 30 കോടി ദേവர்களுം എല്ലാ മുനിമാர்களுം ഉണർന്നിരുന്ന് ശിവപെരുമാനക്ക് വിഷം അകത്ത് ഇറങ്ങി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഉണർന്നിരുന്ന് പൂജിച്ച ദിവസമാണ് മഹാശിവരാത്രി എന്നാണ് ഒരു ഐതിഹ്യം. ഇനി ഇപ്പൊ 2ാമത്തെ കഥ എന്തെന്ന് വെച്ചാൽ, മഹാവിഷ്ണുവിന്റെ നാഭിയിലിരുന്ന് ഒരു താമര മുളച്ചു വരും. ആ താമരയിലിരുന്നാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. ജനിച്ചു വന്നിട്ട് ബ്രഹ്മാവ് മേഴും കീഴുമായിട്ട് നോക്കുന്നു, ഒന്നും കാണാൻ പറ്റുന്നില്ല. മഹാവിഷ്ണുവെയും ഈ താമരയും മാത്രമേ ബ്രഹ്മാവിന് കാണാൻ പറ്റുന്നു. അപ്പൊ ബ്രഹ്മ എന്ത് ചെയ്യും? മഹാവിഷ്ണു അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? എന്നെ ഇവിടെ ജനിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചപ്പം മഹാവിഷ്ണു പറയും, ഞാൻ നിന്റെ പിതാവാണ്, ഞാനാണ് നിന്നെ ജനിപ്പിച്ചത് എന്നൊക്കെ പറയും. പക്ഷേ ബ്രഹ്മാവ് അത് കേൾക്കത്തേയില്ല. മഹാവിഷ്ണു എന്ത് പറഞ്ഞാലും ബ്രഹ്മാവ് അത് കേൾക്കത്തേ ഇല്ലായിരുന്നു. അപ്പൊ പ്രപഞ്ചത്തിലിருந்து ഒരു വെട്ടം ഉണ്ടാവും. ആ വെട്ടത്തിൽ ലിംഗോദ്ഭവം ജ്യോതി രൂപത്തിൽ വരും. ജ്യോതി രൂപത്തിൽ വന്ന അതിന്റെ മധ്യഭാഗം മാത്രമേ ബ്രഹ്മാവിനും വിഷ്ണുവിനും കാണാൻ പറ്റുന്നു. അതിന്റെ അടിഭാഗവും കാണാൻ പറ്റുന്നില്ല, അതിന്റെ മുടിഭാഗവും കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇവര് രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഇത് ആരാണ് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി മഹാവിഷ്ണു താഴോട്ട് പോകുന്നു, അതിന്റെ അടി കാണാൻ വേണ്ടി. ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു? ആ ലിംഗോദ്ഭവത്തിന്റെ മുടി കാണാൻ വേണ്ടി മേലോട്ട് പോകുന്നു. പക്ഷേ ഇവര് ഒത്തിരി കാലമായിട്ട് അങ്ങോട്ട് പോയിട്ടും അതിന്റെ അടിയും മുടിയും കാണാൻ പറ്റാതെ തിരിച്ച് പിന്നെ അതേ സ്ഥലത്തിലേക്ക് വരുന്നു. വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവപെരുമാൻ തന്റെ നമ്മുടെ ഒരു രൂപമെടുത്ത് പുറത്തു വരുന്നത്. അപ്പോഴാണ് മഹാവിഷ്ണു എടുത്ത് പറയുന്നത്, ഞാനാണ്
ശിവഭഗവാൻ എന്നാണ് പറയുന്നത്. അന്നത്തെ ദിവസം ഒരു ചതുർദശി ദിവസം, അന്നാണ് മഹാശിവരാത്രി ആയിട്ട് അനുസരിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ ഐതിഹ്യം. ഇനിയിപ്പം നമ്മൾ മഹാശിവരാത്രിയുടെ കഥകളെല്ലാം കേട്ട് ഇനിയിപ്പം ശിവരാത്രിക്ക് വ്രതം ഇരുന്ന എന്തൊക്കെ ഫലം കിട്ടും എന്നാണുള്ള കഥയാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. ഒരു ദിവസം ശിവഭഗവാൻ കൈലാസത്തിൽ ഇരുന്ന് ഭൂലോകത്തിലേക്ക് വരും. അപ്പൊ വന്നിട്ട് ഒരു മരത്തിന്റെ താഴെ ഇരുന്നിട്ട് ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കും. ധ്യാനത്തിൽ ഇരിക്കുന്ന സമയം മരത്തിന്റെ മുകളിൽ ഒരു കുരങ്ങുണ്ടായിരുന്നു. ആ കുരങ്ങുണ്ടായിരുന്നിട്ട് വെറുതെ അവിടെ ഇരുന്ന് ഓരോരോ ഇലകളിൽ കടിച്ചിട്ട് പിന്നെ താഴേട്ട് ഇടും. പിന്നെ ഒരു ഇലയെ പിക്കും, അത് കടിച്ചിട്ട് തുപ്പി താഴെ ഇടും. ഇങ്ങനെ ഓരോരോ ഇലയാ എടുത്തിട്ട് കടിച്ച് താഴെ തുപ്പി ഇടുന്നു. ഇട്ട് രാവിലെ വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. രാവിലെ എണ്ണിച്ചിട്ട് ശിവഭഗവാൻ നോക്കുന്നു, തന്റെ ദേഹം മൊത്തം ഇലകളായിട്ട് ഇരിക്കുക. കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം. എന്തെന്ന് വെച്ചാ രാത്രി മൊത്തം ശിവപെരുമാൻ ഇങ്ങനെ ഇരുന്ന് ദവം ഇരിക്കുക, ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുരങ്ങ് എന്ത് ചെയ്യും? അത് അറിഞ്ഞോ അറിയാതോ വിൽവ മരത്തിലിരിക്കുന്ന ഓരോരോ ഇലയായിട്ട് കടിച്ച് തുപ്പി ശിവഭഗവാന്റെ മേലിലിടും. ഇട്ടപ്പോൾ ശിവഭഗവാൻക്ക് ഭയങ്കര സന്തോഷം. അപ്പം ശിവഭഗവാൻ ആ കുരങ്ങിനെ താഴേക്ക് വിളിച്ചിട്ട് പറയും, നിങ്ങൾ കുരങ്ങെ, നീ അറിഞ്ഞോ അറിയാതോ എനിക്ക് ഒരു നല്ല കാര്യം ചെയ്ത്, നീ ഒരു നല്ല കാര്യം ചെയ്ത്. എന്തെന്ന് വെച്ചാ ഈ വെൽവ ഇല കൊണ്ട് എന്നെ പൂജിച്ചു. അത് കണ്ടിട്ട് ശിവഭഗവാൻ എന്ത് ചെയ്യും? ആ കുരങ്ങിനെ താഴേക്ക് വിളിച്ചിട്ട് പറയും, കുരങ്ങെ, താൻ അറിഞ്ഞിട്ടോ അറിയാതോ എന്നെ നീ അഭിഷേകം ചെയ്ത് വിൽവം ഇല കൊണ്ട് ശിവരാത്രി ആയിട്ട് എന്നെ അർച്ചന ചെയ്തത് കൊണ്ട് നീ അടുത്ത ജന്മത്തിൽ മുഷുകുന്ദ ചക്രവർത്തിയായിട്ട് നീ ജനിക്കും എന്ന് പറയും. അപ്പോ ഈ കുരങ്ങ് എന്ത് ചെയ്യുന്നറിയാവോ? അതൊക്കെ ജ്ഞാനം വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങും. അത് പറയും, ശിവഭഗവാനെ, ഞാൻ അറിഞ്ഞോ അറിയാതോ ഞാൻ ഈ കാര്യം ചെയ്തു. പക്ഷേ ഞാൻ അടുത്ത ജന്മത്തിൽ ചക്രവർത്തിയായിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് ഒരു അഹങ്കാരം വരാതിരിക്കാനും പഴയ ജന്മത്തിന്റെ കഥകൾ എനിക്ക് ഓർമ്മയിരിക്കാൻ വേണ്ടിയും ഞാൻ അടുത്ത ജന്മത്തിൽ ചക്രവർത്തിയായിട്ട് ഞാൻ ജീവിക്കുമെങ്കിലും എൻ്റെ മുഖം ഈ കുരങ്ങിനെ പോലെ തന്നെ ഇരിക്കണം എന്നാണ് ആ കുരങ്ങ് ശിവഭഗവാനടുത്ത് വരം ചോദിച്ചു. ആ കുരങ്ങാണ് ഷഡ് ചക്രവർത്തിയിൽ ഒന്നാണ് മുഷുകുന്ദ ചക്രവർത്തിയായിട്ട് ജീവിച്ച് എല്ലാ അമ്പലങ്ങളും കെട്ടി നല്ലപോലെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് മക്കൾക്ക് നല്ല കാര്യങ്ങൾ ബോധിപ്പിച്ച ഒരു ചക്രവർത്തിയാണ് മുഷുകുന്ദ ചക്രവർത്തി. ഇത് ഒരു കഥ. ഇനി രണ്ടാമത്തെ ഒരു കഥ ഉണ്ട്. എന്തെന്ന് വെച്ചാ ഒരു വേടുവൻ കാട്ടിലേക്ക് വേട്ടയാടാനായിട്ട് ചെല്ലും. വേട്ടയാടാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു കടുവായെ കണ്ട് പുലിയെ കാണും. പുലിയെ കണ്ടിട്ട് വേടൻ എന്ത് ചെയ്യും? മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന ഈ കടുവ താഴേക്ക് ഇരിക്കുക. അപ്പൊ താഴെ ഇരുന്നെങ്കിലും താഴെ ഈ മരത്തിന്റെ അടിയിൽ പിന്നെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. ഇത് അറിയാതെ വേടൻ എന്ത് ചെയ്യും? പേടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഓരോരോ ഇലയായിട്ട് ഇങ്ങനെ പിച്ചി ഇടുന്നു. അങ്ങനെയെങ്കിലും ഈ കടുവ പോട്ടെ എന്ന് പറഞ്ഞ് പിച്ചി അങ്ങോട്ട് എരിയുന്നു. ഈ എരിഞ്ഞ ഇലകളെല്ലാം ഈ ലിംഗത്തിന്റെ മുകളിലാണ് വിളുന്നപ്പം പിന്നെ രാവിലെ നോക്കിയപ്പം അതൊരു ലിംഗത്തിന്റെ മുകളിൽ അറിഞ്ഞോ അറിയാതോ ഈ വേടൻ എന്ത് ചെയ്തു? വിൽവ ഇല കൊണ്ട് അർച്ചിച്ച് ഇങ്ങനെ എടുത്തപ്പം അപ്പം ശിവപെരുമാൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ശിവഭഗവാൻ എന്ത് ചെയ്യും? അവർക്ക് മോക്ഷം കൊടുക്കും. കൈലാസത്തിൽ പോയിട്ട് അവർക്ക് മോക്ഷം കൊടുക്കുമായിരുന്നു. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതോ മഹാശിവരാത്രിക്ക് നമ്മൾ വ്രതം ഇരിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫലങ്ങൾ എന്തായിരിക്കും? ഈ തുപ്പിയിട്ട് ഈ കുരങ്ങ് തുപ്പിയിട്ട് ആ ഇലയ്ക്ക് മുഷുകുന്ദ ചക്രവർത്തിയായിട്ട് സ്ഥാനം കൊടുത്ത ശിവപെരുമാൻ നമ്മൾ അറിഞ്ഞ് ഭഗവാനുക്ക് വേണ്ടി അവരുടെ നാമത്തെയേ രാത്രി മൊത്തം എണ്ണി അതുമാത്രമല്ല നമശിവായ എഴുതക്കൂടെ ചെയ്യാം. ഇങ്ങനെ എഴുതി നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമ്മളുടെ ഫലം എന്തായിരിക്കും? നമ്മൾ അറിഞ്ഞും അറിയാതും ചെയ്ത പാവങ്ങളെല്ലാം നീക്കിത്തരും ശിവഭഗവാൻ. എല്ലാ മാസവും ശിവരാത്രി വരവ് എന്നെങ്കിലും ഈ കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിക്ക് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. അപ്പം അന്ന് നമ്മൾ ഇരിക്കുന്ന ആ വ്രതം ഭയങ്കര ശക്തിയുള്ളതാണ്. നമ്മൾ അറിഞ്ഞും അറിയാതും എന്തെങ്കിലും പാവങ്ങൾ ചെയ്തിരുന്നാൽ നമ്മളുടെ പാവങ്ങളെല്ലാം മാറ്റിത്തരാൻ ഒരു നല്ലൊരു ദിവസമാണ് മഹാശിവരാത്രി. അതുകൊണ്ട് എല്ലാവരും ഈ മഹാശിവരാത്രിക്ക് വ്രതം എടുക്കണം. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെ വ്രതം എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം. ഇതുപോലെ നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.